ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് കൺസെപ്റ്റ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഒന്ന് ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം, പിന്നെ റൊട്ടേഷൻ ഇക്വിലിബ്രിയം. റൊട്ടേഷൻ ഇക്വിലിബ്രിയം നമ്മൾ റൊട്ടേഷൻ എന്ന ചാപ്റ്റർ പഠിക്കും. പിന്നെ നമ്മൾ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു ബോഡി വന്നിട്ടുണ്ട്. ഈ ബോഡി എന്താണ് കണ്ടെത്താൻ പറയുന്നത്? എല്ലാം ടെൻഷൻ, ആംഗിൾ അതൊക്കെ കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം, ഇക്വിലിബ്രിയത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ താഴോട്ടേക്ക് എന്തുണ്ട്, mg ഉണ്ട്, ദാറ്റ് ഈസ് 60 ന്യൂട്ടൺ ഉണ്ട്. റൈറ്റോട്ടേക്ക് ഉണ്ട് 80 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ എന്താണ്, ഇങ്ങോട്ടേക്ക് കറണ്ട്, ടെൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡീസിനെ അട്രാക്ട് ചെയ്യാൻ നോക്കും. സോ ടെൻഷൻ ഇങ്ങോട്ടേക്ക് ഉണ്ട്, ഈ ഡയറക്ഷനിലേക്ക് ടെൻഷൻ ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ആംഗിൾ എത്രയാണ്? ഈ പറഞ്ഞ ആംഗിൾ തീറ്റ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ആംഗിൾ തീറ്റയാണ്. സോ ഈ പറഞ്ഞ ആംഗിളാണ് തീറ്റ. അതുകൊണ്ട് ഇത് ടെൻഷൻ ആണെങ്കിൽ ദിസ് ഇസ് ടി കോസ് തീറ്റ ആൻഡ് ദിസ് ഇസ് ടി സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുക, ദാറ്റ് ഈസ് ടി സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 80, ടി കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡ് ചെയ്യുക, ദാറ്റ് മീൻസ് ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4/3. ടാൻ തീറ്റ 4/3 എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 53 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആംഗിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആംഗിൾ ദാറ്റ് ഈസ് 53 ഡിഗ്രി. ഓക്കെ, ഈ ടെൻഷൻ കണ്ടെത്തണം എന്ത് ചെയ്യും? ഇവിടെ കൊടുക്കുക 53, ദാറ്റ് മീൻസ് ടി ഇൻറ്റു സൈൻ 53 ഇസ് ഈക്വൽ ടു 80. ടി ഇസ് ഈക്വൽ ടു 4/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 80, ക്യാൻസൽ ചെയ്യുക 20. സോ ടി ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടണ്. അങ്ങനെ ടി കിട്ടി, 100 ന്യൂട്ടൺ ടെൻഷനും കിട്ടി. ഇനി വേറൊരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ് അപ്ലൈ ചെയ്യുക? ഇവർ രണ്ടാളും റിസൾട്ടൻ്റ് ഫോഴ്സ് എങ്ങോട്ടേക്ക് ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് ഇതിൻ്റെ നടുക്ക് ഉണ്ടാവുക അല്ലേ? എത്രയാണ്? 80² + 60² റൂട്ട് ദാറ്റ് ഈസ് 10 ന്യൂട്ടൺ. ഓക്കെ, ആ 10 ന്യൂട്ടൺ തന്നെയാണ് ടെൻഷൻ ഉണ്ടാവും. കാരണം ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സും ഒക്കെ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ 10 ഇവർ രണ്ടാളെയും 100 കേട്ടോ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ടെൻഷൻ ഇസ് ഈക്വൽ ടു 100 ഒറ്റ വാക്കിൽ കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മറ്റു രീതിയിൽ ചോദിക്കാൻ പറ്റും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് നേരത്തെ കൊടുത്ത ഈ ഫോഴ്സിൻ്റെ പകരം 80 ന്യൂട്ടൻ്റെ പകരം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ചാർജിനുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QE അല്ലേ? അത് ആ പറഞ്ഞ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ തന്നെ ആയിരിക്കും ഇഫ് ദി ചാർജ് ഈസ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു ഫോഴ്സ് ഉണ്ട്. അതേപോലെ ഇൻഫിനിറ്റ് ഷീറ്റ് ആണെങ്കിലോ അവിടെ ഉണ്ടാകുന്ന ഈ പറഞ്ഞ റൈറ്റ് സൈഡിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ σ/2ε0 ഇൻറ്റു Q ഫോഴ്സ് കിട്ടും. അത് വെച്ചിട്ട് ഇതേ പരിപാടി തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ പല രീതിയിൽ ചോദിക്കാൻ പറ്റും. ഇനി ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത് 10 കിലോഗ്രാം ബ്ലോക്ക്. ഇപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം അയാളുടെ താഴത്തേക്കുള്ളത് 100 ന്യൂട്ടൺ, കാരണം 10 × 10. ഇനി ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കുണ്ട്. ഓക്കെ, ആംഗിൾ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 37 ഡിഗ്രി. ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്. ഇതിനെ T1 എന്ന് വിളിക്കുക, ഇയാളെ T2 എന്ന് വിളിക്കുക. ആംഗിൾ എത്ര തന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് 53 ഡിഗ്രി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, റിസോൾവ് ചെയ്യും. ദാറ്റ് ഈസ് T1 സൈൻ 37. T1 സൈൻ 37 എന്ന് പറഞ്ഞാൽ T1 ഇൻറ്റു 3/5. അതേപോലെ ഇവിടെ T2 സൈൻ 53 ദാറ്റ് ഈസ് 4/5. ഇവിടെ ആണെങ്കിലോ കുറച്ചുകൂടി നീട്ടി വരക്കാണ്. പക്ഷേ ഇത്ര നീട്ടി വരക്കാൻ പാടില്ല, കാരണം രണ്ട് വെക്ടേഴ്സ് ഒരേപോലത്തെ രീതിയിൽ വരണം. പക്ഷേ T1 cos 37 എത്രയാണ്? 4/5. ഇതാണെങ്കിൽ T2 cos 53 അല്ലേ? T2 cos 53 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3/5. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫോഴ്സസ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് T1 4/5 ദാറ്റ് ഈസ് ഈക്വൽ, ബിക്കോസ് ഇക്വിലിബ്രിയം ആയതുകൊണ്ട് കേട്ടോ. T2 3/5, 5 കട്ടായി. സോ 4T1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3T2. ഈ ഒരു ഇൻഫോർമേഷൻ ഇവിടെ നിന്ന് കിട്ടി. അടുത്തത് മുകളിലുള്ള ഫോഴ്സും താഴെയുള്ള ഫോഴ്സും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് താഴെയുള്ള ഫോഴ്സ് ആകെ 100 ന്യൂട്ടൺ ഉള്ളൂ. സോ 100 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു T1 3/5 പ്ലസ് T2 4/5 ആൻഡ് T2യുടെ പകരം 4T2യുടെ പകരം നോർമലായിട്ട് സോൾവ് ചെയ്യാനാവുള്ളൂ അല്ലേ? ജസ്റ്റ് ഈ പറഞ്ഞ ഇക്വേഷനും ഈ പറഞ്ഞ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുക, വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഈ ക്വസ്റ്റ്യന് കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം ആദ്യം. അപ്പോൾ ഇത്ര ഇൻഫോർമേഷനാണ്. എന്താണ് നടത്താൻ പറയുന്നത്? ഫോഴ്സ് അപ്ലൈഡ് ബൈ വോൾ ഓൺ ദി സ്പിയർ, അതാണ് നടത്താൻ പറയുന്നത്. പിന്നെ ഇയാളുടെ മാസ് എത്ര? 10 കിലോഗ്രാം തന്നിട്ടുണ്ട്. 10 കിലോഗ്രാം ആണ്. ഒന്നാമത്തെ കാര്യം ഒരു mg ഉണ്ടാവും, റൈറ്റ്? ഇയാളുടെ മുകളിൽ ഒരു mg ഉണ്ടാവും. അപ്പോൾ mg എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ ഉണ്ടാവും. പിന്നെ എന്താ ഉള്ളത്? സെൻറ്റർ ഓഫ് മാസ് എന്നാണ്. തൽക്കാലം സെൻറ്റർ വിചാരിച്ചു. ഓക്കെ, സെൻറ്റർ. പിന്നെ എന്താ ഉള്ളത്? ഈ പറഞ്ഞ വോൾ ഇയാളുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന നോർമൽ ഫോഴ്സ്. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നോർമൽ 1, ഇതിനെ ഞാൻ 1 എന്ന് വിളിക്കുകയാണ്, ഇതിനെ 2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ,
അങ്ങനെ സമയത്ത് ഇനി ഇയാൾ ഈ പറഞ്ഞ ബോൾ ഇയാളുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന നോർമൽ ഫോഴ്സ് ഉണ്ടാവും. സോ അതെന്താ സ്വാഭാവികമായിട്ടും അതിനെ ഞാൻ നോർമൽ 2 എന്ന് വിളിക്കുകയാണ്. ശരി, നമുക്കൊരു കുറച്ച് ആംഗിൾസിൻ്റെ കുഴപ്പമുണ്ട്, ആംഗിളുടെ കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഈ പറഞ്ഞ ഇങ്ങനെ ഒന്ന് വരക്കും. ശരി, ഇതിങ്ങനെ ഇങ്ങനെ നീട്ടി 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 വരക്കാം. അതേപോലെ ഇയാളും നീട്ടി വരക്കാം. നോക്കിക്കോ, ആംഗിൾ ഇങ്ങനെ ഞാൻ കറക്റ്റ് കിട്ടുകയെന്നല്ലേ. അതുമാത്രം ഇത് കറക്റ്റ്. ഇത് നോക്കിയാൽ ഈ ആംഗിൾ എത്രയാണ്, ഈ ആംഗിൾ എത്രയാണ്, ഇത് 53, ഇത് 90. സോ ദിസ് ഈസ് 37. ഈ ആംഗിൾ എത്രയാണ്, ഇത് 37, ഇത് 90 അല്ലേ. അപ്പോൾ ഇത് ഈ ആംഗിൾ 53. ശരി, ഈ ആംഗിൾ 37 ആണെങ്കിൽ അതിൻ്റെ നേരെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആംഗിൾ തന്നെയല്ലേ ഇത്. അപ്പോൾ ഇതെത്രയാണ്, 37. ഈ ആംഗിൾ 53 ആണ്, കഴിഞ്ഞ് നേരെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആംഗിൾ ഇതല്ലേ ഇത്. ഇത് എത്രയാണ്, 53. കണ്ടോ ഞാൻ ആംഗിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന്. ഇനി എന്തിനാണ് ആംഗിൾസ് കിട്ടിയത്, എനിക്ക് എന്തായിട്ട് എഴുതണം, ഫോഴ്സസിനെ റിസോൾവ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആംഗിൾസ് ചെയ്തത്. സോ ഇത് ഈ ഒരു ഡയറക്ഷനിലേക്ക് അത് എങ്ങനെയാണ്, N1 cos 37 ദാറ്റ് ഈസ് 4/5. ഈ ഡയറക്ഷനിലേക്ക് N2 sin 37 sin 53 സോറി sin 53 ദാറ്റ് ഈസ് cos 53 ദാറ്റ് ഈസ് 3/5. ഓക്കെ, മുകളിലോട്ടേക്ക് അത് റിസോൾവ് ചെയ്യണം അല്ലേ. മുകളിലോട്ടേക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് N2 sin 53 ഉണ്ടാവും, ഒന്ന് N2 sin 53 ഉണ്ട്. എത്രയാണ്, 4/5 ഉണ്ട്. പിന്നെ മുകളിലോട്ടേക്ക് N1 sin 37 ഉണ്ട്, ദാറ്റ് ഈസ് 3/5 ഉണ്ട്. താഴോട്ടേക്കാരുണ്ട്, നമ്മുടെ MG കുട്ടനുണ്ട്, MG ദാറ്റ് ഈസ് 100. സോ ഇവിടുന്ന് ഇതും വീണ്ടും ഇനി സോൾവ് ചെയ്യാനല്ലേ ഉള്ളൂ. നമുക്ക് പറയാൻ പറ്റും N2 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു N1 4/5. ഓക്കെ, പിന്നെന്താണ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു N2 4/5 പ്ലസ് N1 3/5. ഓക്കെ, ഇനി N1ൻ്റെ വാല്യൂ ഇവിടുന്ന് കിട്ടും, ദാറ്റ് ഈസ് ഇത് കട്ടായി. സോ N1ൻ്റെ വാല്യൂ എത്ര കിട്ടാൻ, N2 3/4 ആയിരിക്കും N1ൻ്റെ വാല്യൂ. അത് ഇവിടെ കൊടുക്കാനാണ്. സോ 100 ഈസ് ഈക്വൽ ടു N2 4/5 പ്ലസ് N1ൻ്റെ വാല്യൂ എത്രയായിരുന്നു, N2 3/4. സോൾവ് ചെയ്യുക, ഫെർദർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഇനി അതേ ക്വസ്റ്റ്യന് പല രീതിയിൽ നമ്മളോട് ചോദിക്കാൻ പറ്റും. ഇങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടെൻഷനും കൂടി വരുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ലാമീസ് തിയറം, ഇതൊരു വേസ്റ്റ് തിയറമാണ്, വെറുതെ ഇത് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഈ തിയറം അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ജസ്റ്റ് കോമ്പനൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടല്ലോ, കോമ്പനൻസ് ആയിട്ട് മാറ്റുക. ഒരു ഫോഴ്സിന് ഇങ്ങനെ കോമ്പനൻ്റ് എടുക്കുക, ഇതുപോലത്തെ കോമ്പനൻ്റ് എടുക്കുക, ആ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കും, 10 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ആംഗിൾ 37 തന്നിട്ടുണ്ട്. ആദ്യം എന്താണ് F0 എല്ലാം കണ്ടെത്താൻ പറയണം. F0 കണ്ടെത്തണം, N വോൾ കണ്ടെത്തണം, N സെമി കണ്ടെത്തണം, എല്ലാം കിട്ടണം. സോ ആദ്യം നമുക്ക് ഈ പറഞ്ഞ 10 കിലോഗ്രാം ബ്ലോക്കിൻ്റെ മുകളിൽ എന്താ അപ്ലൈ ചെയ്യാം, നമ്മുടെ ഓക്കെ ഒന്നാമത്തെ താഴോട്ടേക്ക് എന്തുണ്ട്, നമ്മുടെ MG ഉണ്ട്. ഓക്കെ, MG എത്രയാണ്, 10 കിലോഗ്രാം. അത് പോട്ടെ, ഞാൻ കൊടുക്കുന്നില്ല വാല്യൂസ്. പിന്നെ എന്താണ് MG, ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ നോർമൽ ഈ രീതിയിൽ വരക്കും. ഇതാണ് നോർമൽ. ഓക്കെ, ഇപ്പോൾ നോർമൽ ഡോട്ടഡ് ആയിട്ട് വരക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പം ഈ ആംഗിൾ 37 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എത്ര, 53 ആയിരിക്കും. ഇനി ഇവർ രണ്ടാളും തമ്മിൽ ടോട്ടൽ 90 ഡിഗ്രി അല്ലേ, ഇതെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. അപ്പം ഈ ആംഗിൾ എത്രയാണ്, 53. അപ്പോൾ ഇത് 37 ആയിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് MG cos 37 ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിലുള്ള കോമ്പനൻറ്റ്, ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ആളെ ഞാനൊന്നും കൂടി വരക്കുക, ഇങ്ങനെ 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 ഇങ്ങനെ, കുറച്ച് വൃത്തിയോടാണ് സാരമില്ല. MG cos 37 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4/5. ഓക്കെ, പിന്നെ എന്താണ്, അപ്പോൾ MG sin 37 എവിടെയുള്ളതിന് ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഒന്ന് ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ, കാരണം ഇവ രണ്ടാളും 90 ഡിഗ്രി. സോ ഒരെണ്ണം ഇങ്ങോട്ടേക്കായിരിക്കും. ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒരെണ്ണം ഉണ്ടാവും. അത് എത്ര, MG sin 37. സോ MG sin 37 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് MG 3/5. ഓക്കെ, ഇനി നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ട്, അതാണ് ഈ പറഞ്ഞ ഫോഴ്സ്. അത് അവരുടെ ക്വസ്റ്റ്യനിൽ ഈ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആയിട്ട് നമുക്ക് ഫോഴ്സസിനൊക്കെ എങ്ങനെ വേണമെങ്കിലും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ആസ് ദേ ആർ വെക്ടേഴ്സ് അവരെ പാരലി ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഫോഴ്സിനെ ഇങ്ങനെ കാണിക്കുകയാണ്. ശരി, ഇതാണ് നമ്മുടെ എന്ത് പറഞ്ഞ സ്ലൈഡിങ് ആയിട്ടുള്ള ഈ സാധനം ഞാൻ കാണിക്കുന്നത് ഇത് ഇങ്ങനെ. ഓക്കെ, ഇവർ
ഇതുണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിൾ 37 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും 37 അല്ലേ ഉണ്ടാവുക. യെസ്, ഇതും 37. സോ ഇത് 37 ആണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഫോഴ്സിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ഫോഴ്സിനെ എങ്ങനെ റിസോൾവ് ചെയ്യാൻ? ഒന്ന് എഫ് കോസ് 37. എഫ് കോസ് 37 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4/5. അതേപോലെ എഫ് സൈൻ 37 അത് ഏത് ഡയറക്ഷനിലാണ്? അത് ഇയാളുടെ ഡയറക്ഷനിൽ. ഏത്? എം ജി കോസ് തീറ്റേൻ്റെ ആ ഡയറക്ഷനിൽ തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഒന്ന് ആഡ് ചെയ്യുക, കാരണം ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് എഫ് എന്തിനാണ് പറയുക, എഫ് സൈൻ 37 അല്ലേ, ദാറ്റ് ഈസ് 3/5. ഓക്കെ. പിന്നെന്താണ് ഈ പറഞ്ഞ വെഡ്ജ് ഇയാളുടെ മുകളിൽ കൊടുക്കുന്ന നോർമൽ ഫോഴ്സ്, അതാണ് നമ്മൾ നോർമൽ കോമൺ എന്ന് എടുക്കുക, എൻ സി എന്നുള്ള കോമൺ, ദാറ്റ് ഈസ് എൻ സി. ഓക്കെ, ഇവിടെ നോക്കി നോക്ക്, ഫോഴ്സസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയില്ല, കറക്റ്റായിട്ട് ഓരോ ഡിഗ്രി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടുന്ന് എഫ് 4/5 ദാറ്റ് ഇസ് ഇക്വലി ആസ് ദി ആർ ഇൻ ഇക്വലിബ്രിയം. എം ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? എം ജി 100 ഇൻറ്റു 3/5. 5 cancel and we'll get F is equal to 300 upon 4 is equal to 75. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ആ പുറത്തുനിന്നുള്ള ഫോഴ്സിൻ്റെ വാല്യൂ അത് 75 ആണെന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ശരി, പിന്നെന്താണ് അടുത്തത്? ഇവിടുത്തെ ഈ പറഞ്ഞ എന്താണ് നോർമൽ കോമൺ അല്ല, കോമൺ നോർമൽ കിട്ടണം. അതെങ്ങനെ കിട്ടാൻ? എൻ സി ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ കിട്ടി 75 അല്ലേ ഫോഴ്സ്, 75 5 ഡിവൈഡ് ചെയ്തതിന് എത്ര കിട്ടാം? 15 3 എത്ര കിട്ടാൻ? ഇവിടെ 45 വരും. ഇവിടെ ഈ വാല്യൂ കൊടുത്തു കേട്ടോ. പിന്നെ ഇത് 100 ആണ്. 100 ഇൻറ്റു 4/5 100 തന്നെ അല്ലേ? 100 ഇൻറ്റു 4/5 ഇക്വൽ ടു 20. ഇത് 80 വരും. ഇത് എത്ര കിട്ടാൻ? 125 എന്ത് കിട്ടും? ഈ പറഞ്ഞ നോർമൽ റിയാക്ഷൻ കിട്ടും അല്ലേ? കറക്റ്റ്. അപ്പോൾ ആ നോർമൽ റിയാക്ഷനും കിട്ടി. ഏത്? ഈ വെഡ്ജ് ഈ പറഞ്ഞ എമ്മിൻ്റെ മുകളിലും എം മാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ 10 കിലോഗ്രാം ബ്ലോക്കിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന നോർമൽ റിയാക്ഷൻ കിട്ടി. ഇനി അടുത്തത് എന്താണ്? എന്തൊക്കെയാണ് കണ്ടെത്താൻ പറയുന്നത്? ഈ രണ്ട് സാധനങ്ങൾ കിട്ടി, എഫ് നോട്ട് കിട്ടി, എൻ ബിറ്റ്വീൻ ബ്ലോക്ക് കിട്ടി. ബിറ്റ്വീൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബ്ലോക്സ് തമ്മിലുള്ള നോർമൽ റിയാക്ഷൻ കണ്ടെത്തി. ഇനി എൻ വോളുടെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെഡ്ജിൻ്റെ മുകളിൽ ഇക്വലിബ്രിയം അപ്ലൈ ചെയ്യണം. വെഡ്ജിൻ്റെ മുകളിൽ ഇക്വലിബ്രിയം അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വെഡ്ജിൻ്റെ മുകളിൽ എന്തൊക്കെ ഫോഴ്സസ് ആണുള്ളത്? ഒന്ന് നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് അല്ലേ? നോർമൽ ഏത്? ഇവിടെ ഒരു വോൾ ഉണ്ട്, ആ വോൾ ഉണ്ടാക്കുന്ന ഫോഴ്സാണ് ഇത്. അപ്പോൾ ഇതിനെ വിളിക്കുക എൻ വോൾ എന്ന് വിളിക്കുക. പിന്നെ താഴോട്ടേക്ക് എന്തുണ്ട്? എം ജി ഉണ്ട്. താഴോട്ടേക്ക് എം ജി എന്ന് പറഞ്ഞാൽ എത്രയാണത്? വെഡ്ജിൻ്റെ മാസ് എത്രയായിരുന്നു? ദാറ്റ് ഈസ് 20. സോ 200 ന്യൂട്ടൺ ഒബിയസ്ലി. പിന്നെ എന്താണത്? ഈ പറഞ്ഞ ബ്ലോക്ക് നമ്മൾ ഈ വെഡ്ജ് ഇയാളുടെ മുകളിൽ നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്ക് ഈ വെഡ്ജിൻ്റെ മുകളിൽ നോർമൽ റിയാക്ഷൻ കൊടുക്കും. അതാണ് എൻ സി. ആ എൻ സിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ് ഞാൻ പറഞ്ഞത്? ദാറ്റ് ഈസ് 125. സോ യെസ് 125 ഇത് ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഉണ്ടാവാൻ. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ആംഗിളിൻ്റെ ഒരു കുഴപ്പമുണ്ട്. നമുക്കിതിങ്ങനെ ആംഗിൾ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് ഇങ്ങനെ ഇറക്കാം. ഇതാണ് നമ്മുടെ എം ജി. ഓക്കെ, ഇതാണ് എൻ വോള്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുള്ളത് എൻ കോമൺ. അത് നമ്മൾ വാല്യൂ കണ്ടെത്തിയിട്ട് എത്രയായിരുന്നു കണ്ടെത്തിയത്? 125 ആണ് എൻ കോമൺ. അപ്പോൾ ഇവിടെ 125 ഉണ്ട്. ഈ ഒരു ആംഗിൾ കുഴപ്പമില്ല. ഇത് ഇത്ര 37 ഡിഗ്രി. സ്വാഭാവികമായിട്ടും ഇത് എത്ര ഉണ്ടാവുക? അല്ല, ഇത് ഇത്ര 37, ദിസ് ഈസ് 53. ഇത് 53 ഡിഗ്രി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇതിനൊന്ന് റിസോൾവ് ചെയ്യും ഈ രീതിയിൽ. ഇത് 53 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എത്രയാണ്? 37. അപ്പോൾ ഇതിനെ എനിക്കിങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ 37 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എൻ കോമൺ ആണെങ്കിൽ എൻ കോസ് 37ഉം എൻ സൈൻ 37ഉം ഉണ്ട് അല്ലേ? അപ്പം ഒന്ന് ഈ ഡയറക്ഷനിലേക്ക് എന്തുണ്ട്? എൻ സി ദാറ്റ് ഈസ് 125 കോസ് 37 ഉണ്ട്. ഈ ഡയറക്ഷനിലേക്ക് എം ജിൻ്റെ കൂടെ 125 സൈൻ 37 ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ആരുള്ളത്? എൻ വോളും കൂടിയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? ഇക്വലിബ്രിയം അപ്ലൈ ചെയ്യുക. ഇത്രയല്ലേ ഫോഴ്സസ് ഉള്ളൂ. ഇക്വലിബ്രിയം അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫോഴ്സിനെ മറന്നുപോയി. ആരാണ്? അവിടെ താഴെയുള്ള ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ ഉണ്ടാവില്ല, ഗ്രൗണ്ടിൽ നിന്നുള്ള നോർമൽ റിയാക്ഷൻ അയാളെ മറന്നുപോയി അല്ലേ? പാവം. നോർമൽ റിയാക്ഷൻ ഗ്രൗണ്ടിൽ നിന്നുള്ള നോർമൽ റിയാക്ഷൻ മുകളിലോട്ടേക്ക് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് എൻ ജമീൻ. ഓക്കെ, ഇനി ഞാൻ സംഭവം അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 125 കോസ് 37 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 4/5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 25 4 100 ഈസ് ഈക്വൽ ടു എൻ വോൾ. സോ എൻ വോളിൻ്റെ വാല്യൂ 100 ആണെന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഫൈൻ. പിന്നെന്താണ്? എം ജി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 20. സോ 200 പ്ലസ് 125 ഇൻറ്റു സൈൻ 37. സൈൻ 37ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 3/4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ജമീൻ
200 പ്ലസ് ഓക്കെ ഇവിടെ 3/5 ആണ്, അതായത് 3/4 എന്ന് കൊടുത്തൊന്നും ഒരു ഐഡിയ ഇല്ല. എനിവേസ് 3/5 അപ്പോൾ അങ്ങനെ സമയത്ത് 125 ഇൻറ്റു 125 ഇൻറ്റു 4/5 സൈൻ 37. 125 ഇൻറ്റു ഇവിടെ തന്നെ ആംഗിൾ എടുത്തതിൽ ചെറിയ കുഴപ്പമുണ്ട്, അതുമാത്രമേ കുഴപ്പമുള്ളൂ, ബാക്കിയെല്ലാം ന്യൂമറിക്കലി കറക്റ്റാണ്. ഇപ്പോൾ ആംഗിൾ എന്താ വേണ്ടത്, ഇത് 37 ആണെങ്കിൽ ഇത് 53 ആണ്, ഇത് 53 ആണെങ്കിൽ ഇത് 37 ആണ്, ഇത് 37 ആണെങ്കിൽ ഇത് 53 ആണ്. അപ്പോൾ ഇവിടെ cos 53 എന്ന രീതിയിലാണ് വേണ്ടത്, പക്ഷേ അത് കുഴപ്പമില്ല, ബാക്കിയെല്ലാം കറക്റ്റാണ് കണക്ക് പ്രകാരം. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് എൻ വോളും എൻ ജമീനും കണ്ടെത്താൻ വേണ്ടി ഒരു പരിപാടി ചെയ്യാം. എന്ന് വെച്ചാൽ ഈ ബ്ലോക്കിനെ ഈ പറഞ്ഞ കംപ്ലീറ്റ് സാധനത്തിന് ഒരു സിസ്റ്റമായിട്ട് എടുക്കുക. അപ്പോൾ റൈറ്റ് ഹാൻഡ് താഴോട്ടേക്കുള്ള ഫോഴ്സ് എന്തൊക്കെയാണ്, ഒന്ന് എം ജി ഉണ്ട്, ശരി, മുകളിലോട്ടുള്ള ഫോഴ്സ് ആണ് ആകെ ഒരു എൻ ജമീൻ ഉണ്ട്, നോർമൽ റിയാക്ഷൻ. നമുക്ക് പറയാൻ പറ്റും എൻ ജമീൻ എന്ന് പറഞ്ഞാൽ എം ജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് എടുക്കണം, ദാറ്റ് ഈസ് 300 എന്ന് പറയാൻ പറ്റും, കറക്റ്റാണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സ് ദാറ്റ് ഈസ് 75 എന്ന് പറയാൻ പറ്റും, എൻ വോളോ എന്ന് പറയാൻ പറ്റും. കംപ്ലീറ്റ് ഒരു സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലാണ്ട് ഇത് സെപ്പറേറ്റ് സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, പക്ഷേ സെപ്പറേറ്റ് സോൾവ് ചെയ്താൽ ഉത്തരം സെയിം ആ കിട്ടാൻ. ഓക്കെ, അടുത്ത കുറച്ച് പുള്ളിയാണ് നമ്മൾ പഠിക്കാൻ, പുള്ളീൻ്റെ കാര്യങ്ങൾ, പുള്ളി സിസ്റ്റംസിനെ പറ്റി പഠിക്കാം. അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പല തരത്തിലുള്ള പുള്ളിയുണ്ട്. നമ്മൾ എന്താണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിലും സർക്കുലർ മോഷനിലും അതേപോലെ വർക്ക് എനർജി പവറും പിന്നെ സെൻറ്റർ ഓഫ് മാസിലൊക്കെ പഠിക്കുന്ന ഒരു തരത്തിലുള്ള പുള്ളിയാണ്. പിന്നെ റൊട്ടേഷൻ പഠിക്കുന്ന കംപ്ലീറ്റ് ഡിഫറൻറ്റ് പുള്ളിയാണ്. ഓക്കെ, ഇപ്പം പഠിക്കാൻ പോകുന്നത് നമ്മൾ നോർമൽ പുള്ളിയാണ്, എന്താണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ ഉപയോഗപ്പെടുന്ന പുള്ളി. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന പുള്ളിയുടെ പേരാണ് ഐഡിയൽ പുള്ളി. അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിന് മാസും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ എല്ലാ സാധനത്തിനും മാസുണ്ട്. ഇവൺ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ ഗ്രാമെങ്കിലും ഉണ്ടാവില്ലേ. അപ്പോൾ പുള്ളിയാണെങ്കിൽ അത്യാവശ്യം വെയിറ്റുള്ള സാധനം കൂടിയാണ്. അപ്പം ഇത് ആക്ച്വലി നമ്മൾ ഐഡിയലായിട്ട് എടുക്കുന്ന സമയത്ത് മാസ്ലെസ് ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. പിന്നെ എന്താണ്, ഫ്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ പറഞ്ഞ കയറും ഇതും തമ്മിൽ ഫ്രിക്ഷൻ ഇല്ല, പുള്ളി തമ്മിൽ ഫ്രിക്ഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഇവിടെ ഈ പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഇങ്ങനെ തന്നെ ഉണ്ടാവും, കയർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ റൗണ്ട് ആവുന്നുണ്ടാവും, അല്ലാണ്ട് പുള്ളി അങ്ങോട്ട് കറങ്ങുന്നില്ല, പുള്ളി റൊട്ടേറ്റ് ആവുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ ഇതിലുള്ള വ്യത്യാസം, പുള്ളിൻ്റെ റൊട്ടേഷനിൽ പഠിക്കുന്ന പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ പേര് റൊട്ടേറ്റ് ചെയ്യും. അത് മാത്രമല്ല പുള്ളിയും കയറും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. അതേപോലെ നമ്മൾ ഈ പുള്ളി ഉണ്ടല്ലോ അത് റൊട്ടേറ്റ് ചെയ്യും, പുള്ളി അടക്കം റൊട്ടേറ്റ് ചെയ്യും, ഒരു ഒമേഗ സ്പീഡിൽ റൊട്ടേറ്റ് ആകാൻ തുടങ്ങി. പക്ഷേ ഇവിടെയുള്ള പുള്ളി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല പുള്ളിയും കയറും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഒന്നും ഇല്ല എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും, അതേ ടെൻഷൻ തന്നെ ഇവിടെ ഉണ്ടാവാൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ആക്സലേഷൻ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള നോക്കാം എന്തൊക്കെ ഫോഴ്സ് ആണ്. താഴോട്ടേക്ക് T1 T2 ഉണ്ട്, T3. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഫോഴ്സ് മൈനസ് T1 പ്ലസ് T2 ദാറ്റ് ഈസ് ഈക്വൽ ടു പുള്ളിയുടെ മാസ് ദാറ്റ് ഈസ് എം പുള്ളി ഇൻറ്റു ആക്സലറേഷൻ. ഇനി പുള്ളിയുടെ മാസ് 0 ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഐഡിയൽ പുള്ളി അതാണ്. ഇപ്പോൾ ഇത് 0 ആയി. ദാറ്റ് മീൻസ് T3 ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അഥവാ T1 ഉം T2 വേറെ വാല്യൂ എന്ന് വിചാരിച്ചോ, ഓക്കെ, അത് റൊട്ടേഷൻ മോഷനിൽ ആക്ച്വലി വേറെ വാല്യൂ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ T1 T2യുടെയും വാല്യൂ സെയിം ആയിട്ടാണ് കരുതുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ട് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. നിങ്ങളായിരിക്കും ഓക്കെ ഫൈൻ, ഒരേ കയറാണ് അതുകൊണ്ടായിരിക്കും ടെൻഷൻ സെയിം എന്ന്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ഒരേ കയറാണെങ്കിൽ എല്ലായിടത്തും ടെൻഷൻ സെയിം ആവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു കയറിൻ്റെ മുകളിൽ 2 പേര് ഇവിടെ ഒരുത്തൻ നിന്ന് അതേ കയറിൻ്റെ മുകളിൽ വേറെ ഒരുത്തൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള ടെൻഷൻ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, പക്ഷെ എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സെയിം ടെൻഷൻ എന്ന് പറയാൻ കാരണം, അവിടെയാണ് കളി. നോക്കി ഈ ടെൻഷൻ ഓക്കെ 1, ഇത് ടെൻഷൻ 2. ഇനി ടെൻഷൻ 1 അത് അഥവാ ടെൻഷൻ 2നെക്കാളും ഡിഫറൻ്റ് ആണ് വെച്ചാൽ ടെൻഷൻ 1 ടെൻഷൻ 2 സെയിം അല്ലെങ്കിൽ ഈ പറഞ്ഞ പുള്ളി സ്വാഭാവികമായിട്ടും റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ്, റൊട്ടേറ്റ് ചെയ്യും അല്ലേ, പുള്ളി ഇങ്ങനെ റൊട്ടേറ്റ് റൈറ്റോട്ടേക്ക്. ഇപ്പോൾ അഥവാ ടെൻഷൻ 1 അത് ടെൻഷൻ 2നെക്കാളും ചെറുതാണെങ്കിൽ പുള്ളി എന്ത് ചെയ്യും, റൈറ്റോട്ടേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ആവും. പക്ഷേ നമ്മൾ പറഞ്ഞു ഐഡിയൽ പുള്ളിയിൽ എന്താ പുള്ളികൾ റൊട്ടേറ്റ് ആവുന്നില്ല, പുള്ളി മാസ്ലെസ് ആണ്. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പുള്ളി ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ് ഐഡിയൽ പുള്ളിൻ്റെ കേസിൽ. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷന്, സർക്കുലർ മോഷന്, വർക്ക് പവർ എനർജി, സെൻറ്റർ ഓഫ് മാസ് ഈ ചാപ്റ്റേഴ്സിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് ടെൻഷൻ 1 ഉം ടെൻഷൻ 2 ഉം സെയിം ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, അതിൻ്റെ റീസൺ ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞു വെച്ചാൽ മതി, ടെൻഷൻ 1 ഉം ടെൻഷൻ 2 സെയിം ആണ് എന്നുള്ള കാര്യം. ഓക്കെ, വേണമെങ്കിൽ റീസൺ ഓർമ്മിച്ച് വെച്ചോ, എന്താണ് ഒരേ കയറാന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർമ്മിച്ച് വെച്ചു. പക്ഷേ റിയൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പുള്ളി ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നില്ല നമ്മൾ അസ്യൂം ചെയ്യാണ്. അതുകൊണ്ടാണ് ടെൻഷൻ 1 ടെൻഷൻ 2 സെയിം അല്ലാത്തത്, അല്ലാണ്ട് ഒരു കയറായതുകൊണ്ടല്ല. നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ ഈസി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കയറായതുകൊണ്ട് ടെൻഷൻ സെയിം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ഓർമ്മിക്കാം. ഓക്കെ, ചില സാറുമാർ അങ്ങനെയും പഠിപ്പിക്കലുണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ, ടെൻഷൻ 1 ടെൻഷൻ 2 സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ പുള്ളിൻ്റെ മുകളിലുള്ള ഫ്രീ ബോഡി ഡയഗ്രാം ആണെങ്കിൽ താഴെ ഒരു ടെൻഷൻ, ഇവിടെ ഒരു ടെൻഷൻ ദാറ്റ് ഈസ് ഇക്വൽ ടു 2T ഈസ് ഇക്വൽ ടു മുകളിലുള്ള ടെൻഷൻ ആയിട്ടുള്ള T3 അത് വേറെ കയറാണ്. സോ T3 ഈസ് ഇക്വൽ ടു 2T എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.